ഹലോ, നമസ്കാരം സാർ. സാറിൻ്റെ ഈ നീണ്ട 26 വർഷത്തെ പ്രൊഫഷണൽ അക്കൗണ്ടിങ് കരിയറിൽ, അതായത് പല മേഖലകളായ ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ, ട്രേഡിംഗ് ഇൻഡസ്ട്രി, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് ട്രേഡിംഗ് ഇൻഡസ്ട്രിയാണ്. അതിലിപ്പോൾ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു സാധാരണ അക്കൗണ്ടൻ്റായിട്ട് തുടങ്ങി ഇപ്പോൾ ഫിനാൻസ് മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ഈ ഇതിലോട്ട് കടന്നു വരാൻ ശ്രമിക്കുന്ന യുവതലമുറയ്ക്ക് സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എന്ത് കൊടുക്കും? നല്ല ചോദ്യം. എൻ്റെ 26 വർഷത്തെ കരിയർ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ഹാർഡ്ഷിപ്പ് നിറഞ്ഞതായിരുന്നു. അതിൽ ഒരുപാട് ശരിക്കും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ശരിക്കും നമ്മളൊരു അക്കൗണ്ടൻ്റായിട്ട് കയറുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കും ലാഗ് ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മൾ ശരിക്കും ഒരു അക്കൗണ്ടൻ്റായിട്ട് കയറുമ്പോൾ നമ്മൾ എക്സാക്ട്ലി നമ്മൾ പഠിച്ച തിയറി മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു അക്കൗണ്ടൻ്റായിട്ട് പ്രൊഫഷണലി നമുക്ക് ഷൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ തുടക്കത്തിൽ ഒത്തിരി നല്ലവരായ എൻ്റെ ചീഫ് അക്കൗണ്ടൻ്റെയും അതുപോലെ എനിക്ക് പരിചിതനായിട്ടുള്ള ഒരു ചീഫ് അക്കൗണ്ടൻ്റ്, വളരെ സ്നേഹം ഉള്ള ഒരു ശരിക്കും നന്നായിട്ട് എന്തും പറഞ്ഞു തരാൻ കഴിയുമായിരുന്ന ഒരു ചീഫ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു, മിസ്റ്റർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ആ കാലത്ത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ തലമുറയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും നമ്മൾ അതിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ്. സിൻസിയറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡെഡിക്കേഷൻ. അപ്പോൾ ആബ്സല്യൂട്ട്ലി സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുവാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ത്വര, തൃഷ്ണ, അത് നമുക്കുണ്ടായിരിക്കണം. ആരെന്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാലും അത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ശരിക്കും നമ്മൾ ഒരു കമ്പനിയിൽ, ഇപ്പോഴത്തെ തലമുറ എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, ഞാൻ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുറേ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ക്ലാസ്സുകൾ കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ശരിക്കും നമ്മളൊരു അക്കൗണ്ടിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് നോളജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിമ്പിളായിട്ട് അതിനെ കരുതേണ്ട കാര്യമില്ല. ബേസിക് നോളജ് എന്ന് പറയുന്നത് അത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് എന്ന് പറയുന്നത് ബേസിക് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം ബേസിക് നോളജ് നേടിയെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കണം നന്നായിട്ട്. അപ്പോൾ ബേസിക് നോളജ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് അവൻ ഒരു വിദേശ രാജ്യങ്ങളിലെല്ലാം ജോലി നോക്കുവാനായിട്ട്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി നോക്കുന്നുവെങ്കിൽ കൂടി, ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നോക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ BCom, MCom ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ശരിക്കും വിദേശത്തിൽ ജോലി നോക്കാമെന്ന് മെജോറിറ്റിയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ കാനഡയിലേക്കോ അല്ലെങ്കിൽ US ഒക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ബേസിക് നോളജ് എന്ന് പറയുമ്പോൾ അവർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരോട് ശരിക്കും ഒരു എൻട്രി, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു എൻട്രി കൊടുത്തിട്ട് അത് എവിടെ ഡെബിറ്റ് ചെയ്യണം എവിടെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവർ ശരിക്കും വളരെ ഡൗട്ട്ഫുള്ളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അവർക്ക് അത്രയും കോൺഫിഡൻസോടുകൂടി ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുവാനായിട്ട് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് ശരിക്കും ചോദിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ഓരോ എൻട്രി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കുഞ്ഞുങ്ങളോട്. അപ്പോൾ അവർക്ക് ആ എൻട്രി കറക്റ്റായിട്ട് എവിടെ ഡെബിറ്റ് ചെയ്യും എവിടെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് പറയുവാനുള്ള കോൺഫിഡൻസ് അവർ ആർജിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ശരിക്കും ഉയർന്നു പോകാനായിട്ട് കഴിയും. പക്ഷെ ആ കോൺഫിഡൻസ് ആർജിച്ചെടുക്കണമെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ളൊരു ട്രെയിനിങ് അത്യാവശ്യമായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു നല്ല ട്രെയിനിങ് ആണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്.